ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേരുക എന്നത് ഭഗവാന്റെ തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം കിട്ടിയതുപോലെ എനിക്കിന്നും ഗുരുവായൂരപ്പനെ തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്ര മനോഹരമായിട്ട് ഭഗവാനെ നേരിൽ കാണാൻ എനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ആ ഒരു പുണ്യം എനിക്കിന്ന് ലഭിച്ചിരിക്കുവാണ്. തിങ്ങി നിറഞ്ഞു നിന്ന ജനക്കൂട്ടത്തിൽ നിന്നും വളരെ എളുപ്പത്തിൽ എനിക്ക് ഭഗവാനെ തൊഴാനും മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രാർത്ഥനകളും ഭഗവാനോട് ഏറ്റുപറയാനും ഭഗവാനെ ഇന്നണിയിച്ച ആ ഒരു കാളീയ മർദ്ദന രൂപത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. ഇന്നും എൻ്റെ കൂടെ നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു. മനസ്സ് നിറച്ചും സന്തോഷമായിരുന്നു. കാരണം ഭഗവാനെ ഇത്ര മനോഹരമായിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചല്ലോ എന്നോർത്ത് കുറച്ച് സമയം അമ്പലത്തിലും പരിസരങ്ങളിലേക്ക് ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം ഉച്ചയൂണ് കഴിക്കാനായിട്ട് പഴയിടത്തിൻ്റെ ഹോട്ടലിലും കയറിയിട്ടുണ്ടായിരുന്നു. പഴയിടത്തിൻ്റെ വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ ഇലസദ്യയും കഴിച്ച് വളരെ തൃപ്തിയോടുകൂടി തന്നെയാണ് ഇന്നത്തെ ദിവസം എൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലെ സന്തോഷവും സങ്കടവും ഒക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനോടാണ് എപ്പോഴും പറയാറുള്ളത്. ആ ഒരു വിളി കേട്ടത് കൊണ്ടാവാം ഭഗവാൻ എത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കി എനിക്ക് സന്തോഷം തന്നതും. വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും സന്തോഷമായിട്ട് തന്നെ എൻ്റെ മുന്നോട്ട് പോയി. ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ അവിടെ കാണുന്ന സ്റ്റാളുകളിൽ നിന്നും കുപ്പിവള വാങ്ങാതെ ഞാൻ തിരിച്ചൊരിക്കലും പോരാറില്ല. പല നിറത്തിലുള്ള കുപ്പിവളകൾ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ.